നമസ്കാരം. പ്രവാസ ലോകത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ്. യുഎഇയിലെ അലൈനിൽ കമ്മ്യൂണിറ്റി ആരോഗ്യ സേവനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ സേവനദാതാവായ ബുർജിൽ ഹോൾഡിംഗ്സ് അലൈനിലെ അൽ ദാഹറിൽ അഡ്വാൻസ്ഡ് സർജറി സെന്റർ ആരംഭിച്ചു. സയ്യിദ് ചാരിറ്റബിൾ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ഷെയ്ഖ് നഹ്യാൻ ബിൻ സയ്യിദ് അൽ നഹ്യാൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഹത്തയിൽ സമഗ്രമായ മാലിന്യ സംസ്കരണ പുനരുപയോഗ പദ്ധതി പ്രഖ്യാപിച്ച് ദുബായ് മുനിസിപ്പാലിറ്റി. സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായി യുഎഇയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ഇംദാദുമായി കൈകോർത്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം ചെയ്യാൻ 5000-ഓളം വോളണ്ടിയർമാരെ ICF-ഉം RSCയും രംഗത്തിറക്കുമെന്ന് ഭാരവാഹികൾ ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14 വർഷത്തെ നിസ്വാർത്ഥ സേവന പാരമ്പര്യം മുൻനിർത്തിയാണ് ഈ വർഷം കൂടുതൽ വോളണ്ടിയർമാരെ രംഗത്തിറക്കുന്നത്. എക്സ്പോ 2024ന്റെ വോളണ്ടിയർ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. ദോഹ എക്സ്പോയുടെ വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കുവൈറ്റിൽ പൊതുമരാമത്ത് മന്ത്രാലയം 2024-2025 സാമ്പത്തിക വർഷത്തെ 35 പദ്ധതികൾ പ്രഖ്യാപിച്ചു. പദ്ധതികളുടെ കരാർ, ടെൻഡർ നടപ്പാക്കൽ തുടങ്ങി വിവിധ ഘട്ടങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. മെയിൻ്റനൻസ്, എഞ്ചിനീയറിംഗ്, പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റും പരിശോധനയ്ക്കും ഗുണനിലവാര നിയന്ത്രണത്തിനുമുള്ള സർക്കാർ കേന്ദ്രം എന്നിവയുൾപ്പെടെയുള്ള മേഖലകൾ ഈ പ്രൊജക്റ്റുകളിൽ ഉൾക്കൊള്ളുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റിൻ്റെയും ഒപ്പമുണ്ടായിരുന്നവരുടെയും വിയോഗത്തിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും അനുശോചനം രേഖപ്പെടുത്തി. നേരത്തെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി എന്നിവർ അനുശോചന സന്ദേശം അയച്ചിരുന്നു. ഇറാനോട് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. ഇറാനിലെ UAE സ്ഥാനപതി സെയ്ഫ് മുഹമ്മദ് അൽ സആബിയും അനുശോചിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന് ശ്വാസകോശ അണുബാധ കണ്ടെത്തി. പനി, സന്ധിവേദന എന്നിവ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെയാണ് ജിദ്ദയിലെ അൽ സലാം പാലസിലെ റോയൽ ക്ലിനിക്കിൽ നടത്തിയ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അണുബാധ കണ്ടെത്തിയത്. രാജാവിന് നിലവിൽ ആന്റിബയോട്ടിക് ചികിത്സയാണ് നൽകുന്നതെന്ന് സൗദി പ്രസ് ഏജൻസി അറിയിച്ചു. ജർമ്മനിയിലെ കമ്പനികളുടെ 1/3 ഭാവിയിൽ നിലനിൽക്കുമോ എന്ന ആശങ്കയിലാണെന്ന് ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സർവേ വെളിപ്പെടുത്തി. പലിശ നിരക്കുകളുടെ വർധനവ്, മന്ദഗതിയിലുള്ള ആഗോള വളർച്ച, ഉക്രൈനിലെ യുദ്ധം, റഷ്യയുമായുള്ള വാതക സംഘർഷം എന്നിവ കാരണം ജർമ്മൻ കമ്പനികൾ പ്രതിസന്ധിയിലാണ്. ഈ വർഷം ഉൽപ്പാദനം കുറയ്ക്കുമെന്ന് 1/3 കമ്പനികളും പ്രതീക്ഷിക്കുന്നു. ഒരു നിശാ ക്ലബിൽ നിന്ന് ഒരു ഫോട്ടോ വൈറലായതോടെ 20 വയസ്സുകാരി റൈലി ജോൺസന്റെ ജീവിതം മാറിമറിഞ്ഞു. ഓസ്ട്രേലിയയിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായി വിശേഷണവും റൈലിയെ തേടിയെത്തി. ഈ പെട്ടെന്നുള്ള പ്രശസ്തി റൈലിക്ക് വലിയ തോതിലുള്ള ജനപിന്തുണയ്ക്കും കാരണമായിട്ടുണ്ട്. തൻ്റെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് ലഭിക്കുന്ന അഭിനന്ദനങ്ങളും പ്രോത്സാഹനവും അത്ഭുതകരമായി തോന്നുന്നതായി റൈലി വ്യക്തമാക്കി. വിസ കാലാവധി കഴിഞ്ഞ് ബഹ്റൈനിൽ രോഗാവസ്ഥയിൽ കഴിയുകയായിരുന്ന ആന്ധ്ര സ്വദേശിനിയായ പോസമ്മ ബഹ്റൈൻ മലയാളികളുടെ സഹായത്തോടെ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് മടങ്ങി. സാംസ്കാരിക സംഘടനയായ പ്രതിഭയുടെ സഹായത്തിലാണ് അവർ നാട്ടിലേക്ക് മടങ്ങിയത്. വർഷങ്ങൾക്ക് മുൻപ് വിസിറ്റ് വിസയിലാണ് ഇവർ ബഹ്റൈനിൽ എത്തിയത്.